ഷാഫിക്കെതിരെ നടന്നിരിക്കുന്ന അതിക്രമം, ആ ക്രൂരമായ അക്രമം, പോലീസ് നടത്തിയിരിക്കുന്ന അക്രമം, ആ അക്രമത്തെ ന്യായീകരിച്ചുകൊണ്ട് സഖാക്കൾ ഇങ്ങനെ നിറയുകയാണ്. VK സനോജ് മുതൽ വസീഫ് മുതൽ തുടങ്ങി സഖാക്കളുടെ യുവജന സംഘടനയിൽപ്പെടുന്ന അന്തംഗമ്മികൾ, അടിമകൾ നിരന്തരമായിട്ട് ഇതൊക്കെ ഷോയാണ് എന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന ഒരൊറ്റ വാക്ക് എന്ന് പറയുന്നത്, ഇതൊക്കെ പറയുന്നത് ഷാഫിയുടെ ഷോയാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ പല ആളുകളും ഈ അന്തംഗമ്മി അടിമകൾ, പിണറായി വിജയന്റെ അടിമകൾ ഇത്തരത്തിൽ ഇത് ഷോയാണ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. എന്താണെങ്കിലും ഷാഫിക്ക് ഷോ ഒരുക്കാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താണെങ്കിലും സഖാക്കളെ നിങ്ങളാണ്. വടകരയില് ഷാഫി പറമ്പിൽ ജയിച്ചു. 1,14,506 വോട്ടിന് ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചു കയറി. ആ ഷാഫി ഷോയെക്കാളും ഒന്നും വലുതല്ലല്ലോ മക്കളെ ഈ പറയുന്ന ഷാഫി ഷോ. അപ്പോ ഷാഫി ഷോ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെ ആയിട്ടുണ്ട്. അത് വടകരയിൽ മാത്രമല്ല കേട്ടോ, അത് പാലക്കാട് പലതവണ ആ ഷാഫിയുടെ ഷോ നമ്മൾ കണ്ടതാണ്. പല ആവർത്തി ആ ഷോ നമ്മൾ കണ്ടതാണ്. അവസാന ലാപ്പില് പാഞ്ഞു കയറി സംഘപരിവാറിനെ അടിച്ചു മലർത്തിയ ഷാഫിയുടെ ഷോ നമ്മൾ പാലക്കാട് കണ്ടതാണ്. പാലക്കാട് നിന്ന് വണ്ടി കയറി വടകരയിൽ പോയിട്ടും ഷാഫിയുടെ ഷോക്ക് ഒരു കുറവുണ്ടായില്ല. പക്ഷെ ആ കുറവ്, ആ ഷോയിൽ പ്രഭമങ്ങിപ്പോയത് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറുടേതാണ്. തോറ്റു തുന്നമ്പാറി എന്ന് മാത്രമല്ല, ഇന്ന് വരെ, ഇന്ന് ഈ നിമിഷം വരെ, നമ്മൾ ഈ സംസാരിക്കുന്ന സെക്കൻഡ് വരെ ടീച്ചർക്ക് ആ തോൽവി അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ. നിയമസഭ തല്ലിപ്പൊളിച്ച സഖാക്കള്, ശിവൻകുട്ടിയുടെയും ഈ പറയുന്ന ആളുകളുടെയും ഷോ അന്ന് നമ്മൾ കണ്ടതാ. അത് ഇതുവരെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത സഖാക്കള്. വടകരയിലെ ഒഞ്ചിയത്ത് TP ചന്ദ്രശേഖരനെ 51 വെട്ടി വീഴ്ത്തിയിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ആളുകളാണ്. കോടതി പോലും ഇവരുടെ നേതാക്കളെ ശിക്ഷിച്ചിട്ട് പോലും അത് ഞങ്ങളല്ല ചെയ്തത്, അത് മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി ചെയ്തതാണ് എന്നാണ് CPMകാരുടെ വാദം. എല്ലാം കഴിഞ്ഞിട്ട് വടകരയിൽ തോറ്റു കഴിഞ്ഞു. ടീച്ചർ തോറ്റു തുന്നം മാറി. ടീച്ചർ തോൽക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ടീച്ചർ തോക്കുന്നത് പാർലമെന്റിൽ പോയിട്ട് അവിടെ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ താമസിക്കാൻ ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങിയ ടീച്ചറാണ്. ആ ടീച്ചറാണ് വടകരയിൽ തോൽക്കുന്നത്. കേരളത്തിൻ്റെ ടീച്ചർ അമ്മ, ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, നിങ്ങളുടെ എല്ലാവരുടെയും അമ്മ ഷാഫി ഈ അമ്മ ഷോയെ അടിച്ച് പരത്തി, 4 ഭാഗം നിന്നും അടിച്ചങ്ങട് പരത്തി 1,14,506 വോട്ടിന് തോറ്റ് തുന്നമ്പാറി. നിങ്ങളൊന്ന് ആലോചിക്കണം. ആ വടകരയില് ഷാഫി മത്സരിക്കുന്നതിന് തൊട്ട് മുൻപത്തെ ഇലക്ഷൻ, പാർലമെന്റ് ഇലക്ഷൻ, ആ ഇലക്ഷനിൽ K മുരളീധരൻ വിജയിച്ചു കയറിയ ഇലക്ഷൻ, ആ ഇലക്ഷനിൽ ജയരാജന് പോലും ഇത്രയും വലിയ ഒരു തോൽവി നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനത്തെ അടുത്താണ് ഇവരുടെ എല്ലാമായ ഇവരുടെ CPMന്റെ സഖാക്കളുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ഈ പറയുന്ന ടീച്ചറെ ഷാഫി അടിച്ച് നിലംപരിശാക്കിയത്. അപ്പോ മക്കളെ, ഷാഫി ഷോ തന്നെയാ. ആ ഷോ നിങ്ങൾ വടകരയിൽ കണ്ടതല്ലേ. 1,14,506 വോട്ടിനാണ് ഷാഫി വടകരയിലെ ഷോ അവസാനിപ്പിച്ചത്. മനസ്സിലായില്ലേ? അപ്പോ എന്തിനാ ഷാഫി ഇങ്ങനെയൊക്കെ ചെയ്യണേ? എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും, എത്ര വേദനിച്ചിട്ടുണ്ടാവും. സഖാക്കളാണെങ്കിലും ടീച്ചറാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ടീച്ചറുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ടീച്ചർ, ഞാൻ പാർലമെന്റിൽ പോവും, ഏത്, ഞാൻ വടകരയിലെ MLA ആണ്. ആ വടകരയിലെ MLA ആയ ടീച്ചർ പാർലമെന്റിൽ പോകാൻ വേണ്ടി മട്ടന്നൂരെ MLA, മട്ടന്നൂരിൽ നിന്ന് രാജിവെച്ചിട്ട് വടകരയിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകും. എന്നിട്ട് പാർലമെന്റിൽ ഒരു കുറച്ചു കാലം ഇരിക്കുമ്പോൾ അവിടെ നിന്ന് രാജിവെച്ചിട്ട് വീണ്ടും ഈ 2026 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, അതിൽ വിജയിക്കും, എന്നിട്ട് മുഖ്യമന്ത്രിയാവും. എന്താണ് സ്വപ്നം? ഒരു സ്ത്രീയുടെ സ്വപ്നത്തെയാണ് മിസ്റ്റർ ഷാഫി പറമ്പിൽ നിങ്ങൾ അടിച്ച് നിലംപരിശാക്കിയത്. വനിതകളോട് ഇത്തരത്തിൽ ക്രൂരത ഒരിക്കലും ഷാഫി പറമ്പിൽ ചെയ്യാൻ പാടില്ല. അത് വലിയ ക്രൂരത തന്നെയാണ്. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം കെടുത്തിയ ക്രൂരത. ഇത്രയും വലിയ ഒരു ആഘാതം സഖാക്കൾ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. അല്ലെങ്കിലും സഖാക്കളെ എങ്ങനെ സ്വപ്നത്തിൽ കാണാനാണ്? അവരുടെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത് എന്താ? ടീച്ചർ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ടീച്ചറെയാണ് സഖാക്കള്, അന്തംഗമ്മികള്, അടിമകള് സ്വപ്നം കണ്ടത്. ആ
ആ സ്വപ്നമാണ് ഷാഫി പറമ്പിൽ തല്ലിക്കെടുത്തിയത്. എന്നിട്ട് ഇപ്പോ ഇവരുടെയൊക്കെ സ്വപ്നത്തിൽ ഒന്ന് മാത്രമേ കാണുന്നുള്ളൂ. അതെന്താണ്? അത് വടകരയിൽ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ ദിവസം ആ ആ പതിനായിരക്കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് ഷാഫി വന്നിറങ്ങിയ ആ ദിവസം, ആ ഒരു സീൻ, അത് മാത്രമേ സ്വപ്നത്തിൽ വരുന്നുള്ളൂ. ആരായാലും ഒന്ന് ഭയപ്പെടില്ലേ? നമ്മളൊക്കെ പലപ്പോഴും ഉറക്കത്തിൽ പല സ്വപ്നങ്ങളും കണ്ട് ഭയന്ന് ഞെട്ടി വീണ് എണീക്കാറില്ലേ? അതുപോലെ തന്നെ സഖാക്കളും ആ ഭയപ്പാടിലാണ്, ആ ഒരു പരിഭ്രാന്തരായിരിക്കുകയാണ് ആകെ. എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും ആ ഒരു ആഘാതത്തിൽ നിന്ന് ഇതുവരെ മുക്തരാവാൻ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ടീച്ചറുടെ ഗതിയ അത് അതിലും വലിയ അധോഗതിയാണ്. ടീച്ചർക്ക് ഇപ്പോൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന ചിത്രം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലെയാണ്. അപ്പൊ അങ്ങനത്തെ ഷാഫിക്ക് രണ്ടടി കിട്ടുമ്പോൾ, അയാളുടെ മൂക്ക് പൊട്ടുമ്പോൾ, അയാൾ മൂക്കിലൂടെ ചോരയൊലിക്കുമ്പോൾ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വസിക്കാനുള്ള, സന്തോഷിക്കാനുള്ള വകയല്ലേ? അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പാടുണ്ടോ? പാടില്ലല്ലോ ഒരിക്കലും. നമ്മൾ അതിനെ അങ്ങനെ കുറ്റപ്പെടുത്താനോ നിരുത്സാഹപ്പെടുത്താനോ അതിനെ വിമർശിക്കാനോ നമ്മൾ തയ്യാറാവാൻ പാടില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഷോക്ക്, ഷാഫി നൽകിയ ഷോക്ക്, ആ ഷോക്കിൽ നിന്ന് മുക്തരാവാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാനുള്ള ഏക വഴി ഈ ഷാഫിക്ക് കിട്ടുന്ന അടിയാണ്. ആകെ ഷാഫിക്ക് കിട്ടിയിരിക്കുന്ന അടി ഇപ്പൊ ഇതിനു ശേഷം ഈ പറയുന്ന വടകരയിലെ ഈ വിജയത്തിന് ശേഷം ആകെ കിട്ടിയിരിക്കുന്ന അടി എന്ന് പറയുന്നത് ഇതാണ്, ഷാഫിയുടെ ചോര വീണത്. അത് അത്ര പോരാ എന്നായിരുന്നു അവരുടെ ആഗ്രഹം, അല്ലേ? കഴിഞ്ഞ ദിവസം ഗോവിന്ദ സഖാവ് പറയുന്ന കേട്ടില്ലേ? ഏത്? നമ്മളെ അതന്നെ, നമ്മുടെ ഗോവിന്ദ സഖാവ്. ഗോവിന്ദ സഖാവിന്റെ പേരിൽ ചെറിയൊരു തിരുത്തൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. MB ഗോവിന്ദൻ എന്നുള്ളത് മാറ്റിയിട്ട് AI ഗോവിന്ദൻ ആക്കിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഗോവിന്ദ സഖാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടില്ലേ? പ്രതിഷേധിക്കാനും സമരങ്ങൾക്കൊക്കെ പോയാല് ഇങ്ങനെ അടിയൊക്കെ കിട്ടും എന്നാണ് ആര് പറയുന്നത്? ഗോവിന്ദ സഖാവ് പറയുന്നത്. ഇന്നിപ്പോ വി ശിവൻകുട്ടിയും പറയുന്നത് കേട്ടു ഇതുപോലെ സെയിം. പ്രതിഷേധിക്കാനൊക്കെ പോകുമ്പോൾ അടിയൊക്കെ കിട്ടുമെന്നുള്ള ഒരു ബോധം ഉണ്ടാവേണ്ടതല്ലേ? അതിപ്പോ ഇത്ര വലിയ കാര്യമാക്കേണ്ടതൊന്നുമില്ല എന്ന് ആര് പറയുന്നുണ്ടായി? നമ്മുടെ ഏത് ശിവൻകുട്ടി? അതന്നെ, അതന്നെ, നിങ്ങൾ പറയണ്ട, എനിക്ക് മനസ്സിലായി. ആ ശിവൻകുട്ടി തന്നെ, ആ ശിവൻകുട്ടി നിന്ന് പറയുന്നുണ്ടായി. അപ്പോ മൊത്തത്തിൽ അടി കിട്ടണം എന്നല്ലായിരുന്നു ആഗ്രഹം. അതിനപ്പുറം പലതും ആഗ്രഹിച്ചിരുന്നു. ഷാഫിയുടെ തല തന്നെ പോകണമെന്നുള്ളത് പലരും, പല സഖാക്കളും ആഗ്രഹിച്ചതാ. കാരണം അത്രയേറെ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. വടകരയിലെ വിജയം മാത്രമല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എന്താ ഒരു സീൻ? ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വടകര പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ അതില് തലശ്ശേരിയുണ്ട്, കൂത്തുപറമ്പുണ്ട്, വടകരയുണ്ട്, കുറ്റ്യാടിയുണ്ട്, നാദാപുരമുണ്ട്, പേരാമ്പ്രയുണ്ട്, കൊയിലാണ്ടിയുണ്ട്. ഇങ്ങനെ 7 അസംബ്ലി മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്ന ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിലും അവസ്ഥ ഇപ്പൊ എന്താണെന്നറിയോ? ഇപ്പൊ കാര്യങ്ങൾ നേരെ തലതിരിഞ്ഞിരിക്കുകയാ. പാർട്ടി കോട്ടകളൊക്കെ പൊട്ടി ചിന്നിച്ചിതറി ഭസ്മമായിരിക്കുകയാണ്. പാർട്ടി കോട്ടകളൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പോ 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പാർട്ടി കോട്ടകളിൽ നിന്നൊന്നും ഇനി ഒരുത്തനും, സഖാക്കളായിട്ടുള്ള ഒരുത്തരും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറില്ല. ആ വണ്ടി കയറുന്നത് മൊത്തം UDF-കാരായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന വടകരയുടെ തോൽവി മാത്രമല്ല ഇവരെ ഭയപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? ആ ഭയം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ്. അയാളുടെ ജനപിന്തുണയും അയാളുടെ സ്വീകാര്യതയും ഇവരെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും ആ ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങൾ, അവിടെ വിജയിച്ച് കയറുന്ന വ്യക്തികൾ, ആ ഒരു UDF-ന്റെ സ്വാധീനം, അവരിൽ ഉണ്ടാവുന്ന ഷാഫിയുടെ സ്വാധീനം, ഈ മണ്ഡലങ്ങളിലൊക്കെ ഷാഫി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഷാഫിയുടെ സ്വാധീനം, അത് എല്ലാ അർത്ഥത്തിലും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായി മാറുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് യാതൊരു തർക്കവും ഇല്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക,
തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി ഈ മണ്ഡലങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇവരുടെ കോട്ടകളാ. അതിൽ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ പ്രാവശ്യം കുറ്റ്യാടിയിൽ UDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വടകരയിൽ KK രമ വിജയിച്ചു എന്നതൊഴിച്ചു മാറ്റി നിർത്തിയാൽ ഈ കാലയളവിലൊക്കെ ഇത് ഇവരുടെ കോട്ടയാ. അവിടെയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലിന്റെ പ്രഭാവം ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്നത്, ഇവരുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ചോര മാത്രം പൊടിഞ്ഞാൽ പോരാ, അയാളുടെ തല പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുവാ? പറ്റില്ല കേട്ടോ. പക്ഷേ കാര്യങ്ങൾ മാറി മറിയുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ വടകരയിൽ തകർത്തെറിഞ്ഞതുപോലെ ഈ പറയുന്ന മണ്ഡലങ്ങളിലൊക്കെ എല്ലാം തകർത്തെറിയപ്പെടും.